നമുക്ക് കാണാം എന്ന് അവരോട് പറഞ്ഞു. എനിക്കൊരു നോട്ടീസ് അവർ തന്നിട്ടില്ല, അതുകൂടെ പറയാം. ഒരു നോട്ടീസ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഇന്നവിടെ പോയത്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ ഉപ്പളയിൽ നിന്നും ഞങ്ങളുടെ ജാഥ ആരംഭം കുറിച്ചതിന് ശേഷം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ ആശയവിനിമയം നടത്തുകയും ഞാൻ ശ്രീ മുരളി, നമ്മുടെ മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ അനുമതി മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ രാവിലെ വന്നപ്പോൾ ആണ് അവർ SITയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു. ഞാനിവിടെ ഉണ്ട്, ഞാൻ വരാം എന്ന് പറഞ്ഞു. അവർ ചെല്ലാൻ പറഞ്ഞു, ഞാൻ പോയി. അപ്പോൾ അതല്ലാതെ കൊണ്ട് എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇത് ചാനലിൽ പല ഇതും ആഘോഷങ്ങൾ നടന്നു. അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു, പിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പിന്നെ ചാനലുകളിലൊക്കെ തന്നെ വലിയ ആഘോഷം നടത്തി. പോറ്റി ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല, പോറ്റിയൊന്നും ഇല്ലായിരുന്നു. ഞാനുമായി ഇത് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ പോലും ഇല്ല. അവിടെ SITയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, അതുപോലെ അവരുടെ DYSP, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൊഴിയെടുത്തു, ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തു. എന്ത് സാഹചര്യമാണ് വിശദീകരിക്കണം SITക്ക് മുന്നിൽ എന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? അല്ല, എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ കള്ളനും ദുഷ്ടനുമാണ് എന്ന് കരുതിക്കൊണ്ടല്ല പല ആളുകളെയുമായി ബന്ധപ്പെടുന്നത്. ഒരു MP എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വവും കടപ്പാടുമാണ് ഒരു നിയോജകമണ്ഡലത്തിലെ ആളുകൾ വന്ന് കാണുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു നിയോജകമണ്ഡലത്തിലെ ആൾ, ഒരു MP എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റിയതനുസരിച്ചാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഞാൻ ആദ്യം MP ആകുന്നത് 2019 ആ കാലഘട്ടത്തിൽ എന്നെ വിളിച്ചിട്ട് അന്നദാനം ശബരിമലയിൽ നടത്തുന്നുണ്ട്. ആ അന്നദാനത്തിൽ പങ്കെടുത്ത് അതൊന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് എന്നെ അറിയിച്ചതനുസരിച്ച് ഞാൻ അവിടെ പോയിരുന്നു. അത് എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല, അത് ഞാൻ അവിടെ പോയിരുന്നു. പിന്നെ അതിപ്പോഴും ഞാൻ ആ കാര്യങ്ങളെല്ലാം തന്നെ SIT ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഒക്കെ ചോദിച്ചു, അതിൻ്റെയും മറുപടിയെല്ലാം ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്.